സ്കൂട്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? മിസ്സിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാനാണെങ്കിൽ, അല്ലെങ്കിലാണ് കൂട്ടിലിരിക്കുമ്പോഴാണ് മിസ്സിന് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നേരിട്ട് സ്കൂട്ടർ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മിസ് പറയാതെ തന്നെ നിങ്ങൾ തന്നെ ചിലപ്പോൾ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ സ്കൂട്ടർ ലൈവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നുള്ളത്. ഇത് കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ലൈവിൽ നമ്മുടെ സ്കൂട്ടർ വന്നപ്പോൾ അല്ലേ, ഭയങ്കര ഒച്ചയും ബഹളവും കാറിലും ഒക്കെ ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ സ്കൂട്ടറിനെ ഇതിപ്പോൾ ലൈവിലായതുകൊണ്ട് മിസ്സിന് മിസ്സിന് സ്കൂട്ടറിനെ കണ്ടതുകൊണ്ട് ഓടിപ്പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ സ്കൂട്ടറായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, സ്കൂട്ടർ ഒരു പാവമാണ്. പക്ഷെ അതല്ലാതെ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നാലോ, ഒരു ആന നമ്മളെ കുത്താൻ വന്നാലോ നമ്മുടെ ബോഡി സാധാരണ പോലെ ആയിരിക്കും? അല്ല അല്ലേ? നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും. അപ്പം എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ ആ സമയത്ത് വരിക? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ടപ്പേന്ന് പറഞ്ഞ് അടിക്കും. നമ്മളിങ്ങനെ കിതയ്ക്കാൻ വേണ്ടി തുടങ്ങും, നമ്മളിങ്ങനെ വിയർക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ? അങ്ങനെ അത് കൂടാതെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കാറുണ്ട്. വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഹൃദയമിടിപ്പ് കൂടും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ റെസ്പിറേഷൻ റേറ്റ് കൂടും അല്ലെ, ബ്രീത്തിങ് റേറ്റ് കൂടും. പിന്നെയോ നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അതിന് കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുകയാണല്ലേ, ബോഡി ടെമ്പറേച്ചർ കൂടും. അങ്ങനെ കുറേ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഉണ്ടാകുന്നതാണ്, എപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ മിസ് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കിടുകിടാന്ന് പറഞ്ഞ് കൂടുന്നുണ്ടോ? ഇല്ല. മിസ് ഇങ്ങനെ കിതയ്ക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു എമർജൻസി കണ്ടീഷൻ വന്നപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഈ എമർജൻസി കണ്ടീഷനിൽ നമ്മുടെ ബോഡി എന്തിനാണ് ഇങ്ങനെ മാറിയത് എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു ആന കുത്താൻ വരുമ്പോൾ ആന വരുന്നു, ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ആനേനെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അയ്യോ ആന, ഇങ്ങനെ പേടിച്ച് നിൽക്കാനും പറ്റില്ല. ആന കുത്താൻ വന്നാൽ നമ്മൾ ഓടണം, അതായത് ഫ്ലൈറ്റ് പിടിക്കാമെന്നല്ല, ഓടി രക്ഷപ്പെടണം. ഇനി അതൊന്നും അല്ലെങ്കിലും നിങ്ങളിങ്ങനെ ചുമ്മാ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ടീച്ചർ പറയണം, മോളെ നീ ഒന്ന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കണം, മോനെ നീ ഇന്നിവിടെ വന്ന് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇനി അതൊന്നുമല്ല, നമ്മളോട് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിളിച്ചാൽ തന്നെ എന്താണ്, നമ്മൾ ആകെ വിറച്ചൊരു വഴിക്കാവും അല്ലേ? അപ്പം നമ്മൾ ആ സിറ്റുവേഷനെ നേരിട്ടേ പറ്റുള്ളൂ, അതായത് ഫൈറ്റ്. ആ സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടണം. സോ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം നമ്മുടെ എമർജൻസി ഹോർമോൺസ് അല്ലേ? അപ്പം നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതിനെ സഹായിക്കുന്നതിൻ്റെ കൂടെ ആരുകൂടി ഉണ്ടാവുന്നുണ്ട്? നമ്മളുടെ ഹോർമോൺസ് എഡ്രിനാലിൻ അതുപോലെ നോർ എഡ്രിനാലിൻ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ എഡ്രീനൽ മെഡുല്ല ഉണ്ടാക്കുന്ന എഡ്രിനാലിനും നോർ എഡ്രിനാലിനും ഉണ്ടാവുന്നുണ്ട്. ഇവരാണ് നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ചേഞ്ചസ് വരുത്തുന്നത്. എന്തിനാണ് ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡക്ഷൻ കൂട്ടാനാണ്. എനർജി കിട്ടിയാലല്ലേ ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആന നമ്മളെ കുത്തി നമ്മളെ പടമാക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. ഇനി ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വേർത്തിട്ടാണെങ്കിലും വിറച്ചിട്ടാണെങ്കിലും നമ്മുടെ ബോഡിയിൽ എന്താണ്? എനർജി പ്രൊഡക്ഷൻ. നീ ആ ധൈര്യമായിട്ട് ആ ക്വസ്റ്റ്യനെ നേരിടണം. ഇനി ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ പോയി ക്ലാസ് എടുക്കണം. അങ്ങനെ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുക? ഒന്നാമതായിട്ട് നമ്മൾ ആ ഒരു ആനേനെ കണ്ടാൽ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യണം? ആനയുടെ കണ്ണ് ആ ഒരു ഇമേജ് പതിയണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും. നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ചെയ്യും. എന്തിനാണ് മിസ്സേ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യണേ? ഹൃദയമിടിപ്പ് കൂടുന്നത് എന്തിനാണ്? എന്നാലല്ലേ മക്കളെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ, എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തുള്ളൂ. ഓടണമെങ്കിൽ കാലിലെ മസിൽസിന് ബ്ലഡ് എത്തണം. ബ്ലഡാണ് എനർജിയും ഓക്സിജനൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം. ഓടണമെങ്കിൽ എനർജി വേണ്ടേ? എനർജിക്ക് അവിടെ ബ്ലഡ് എത്തണ്ടേ? ഓക്സിജനും ന്യൂട്രിയൻസ് എത്തണ്ടേ? അതിനാണ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനർജിക്ക് വെറും ന്യൂട്രിയൻസ് മാത്രം പോരാ, ഓക്സിജൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രക്കിയ എന്ത് ചെയ്യും? വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. ഇനി നമുക്ക് എനർജി വേണം അല്ലേ? എനർജിക്ക് നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് വേണം. അപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ ലിവറിലും മസിൽസിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ നമ്മൾ എന്താക്കി മാറ്റണം? ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ?
നമ്മുടെ പെരിസ്റ്റാൾസിസ് നടക്കണോ? വേണ്ട. പെരിസ്റ്റാൾസിസ് അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ്, നമ്മളുടെ വയറിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മൗത്തിൽ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയണം. ഇപ്പം നമുക്ക് ഉമിനീരൊന്നും തുപ്പിക്കളയാൻ സമയമില്ല. അതായത് സെലൈവയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. പിന്നെയോ നമ്മുടെ കിഡ്നിയിലുള്ള മിസ് പറഞ്ഞു എഡ്രിനാലിനും നോർ എഡ്രിനാലിനും ഹോർമോൺ പ്രൊഡക്ഷൻ കൂടണം. ഹോർമോൺ പ്രൊഡക്ഷൻ ഇപ്പോൾ അത്യാവശ്യമാണ്. ഓക്കെ. ആൻഡ് നമ്മളുടെ യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യാൻ പാടുണ്ടോ? യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്താൽ മൂത്രമൊഴിച്ചു. യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യരുത്. ബ്ലാഡർ എന്ത് ചെയ്യുക? നോർമലായിട്ട് തന്നെ നിൽക്കുക. കോൺട്രാക്ട് ഇപ്പോൾ ചെയ്യരുത്. ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. സിമ്പത്തറ്റിക്. അങ്ങനെ നമ്മൾക്ക് എനർജി കിട്ടി അല്ലേ? നമ്മുടെ പ്യൂപ്പിളൊക്കെ ഡൈലേറ്റ് ചെയ്തു, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്തു, ട്രക്കി എക്സ്പാൻഡ് ചെയ്തു, ഗ്ലൂക്കോസ് ഒക്കെ കിട്ടി, നമുക്ക് എനർജി കിട്ടി, ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തിയാൽ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ? ഇങ്ങനെ കതച്ചുകൊണ്ടിരിക്കണോ? ഗ്ലൂക്കോസ് പിന്നെ ഉണ്ടാവണോ? വേണ്ട. നമുക്കതൊക്കെ എന്ത് ചെയ്യണം? നോർമലാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യണം? ഇതിനെല്ലാം നോർമൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. നോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? നമ്മളുടെ പ്യൂപ്പിൾ നേരത്തെ ഡൈലേറ്റ് ചെയ്തു, വികസിച്ചു അല്ലേ? ആ പ്യൂപ്പിൾ ഇനി ഡൈലേറ്റ് ചെയ്യേണ്ട. പ്യൂപ്പിൾ എന്ത് ചെയ്യുക? കോൺട്രാക്ട് ചെയ്യുക, പ്യൂപ്പിൾ ചുരുങ്ങുക. ഓക്കെ. നേരത്തെ നമ്മുടെ സെലൈവയുടെ പ്രൊഡക്ഷൻ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെന്ത് ചെയ്യണം? അത് കൂട്ടണം. നേരത്തെ നമുക്കിപ്പോൾ ഓടി രക്ഷപ്പെടുമ്പോൾ സെലൈവ വേണ്ടല്ലോ. അപ്പോൾ അത് നേരത്തെ നമ്മൾ കുറച്ചു, ഇനി അത് കൂട്ടണം. ഇനിയോ നമ്മുടെ ട്രക്കിയ നേരത്തെ എക്സ്പാൻഡ് ചെയ്തു, വികസിച്ചു, അതിനി ചുരുങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളം സങ്കോചിക്കണം. ഹാർട്ട് ബീറ്റ് നേരത്തെ നമ്മൾ കൂടി, ഇനി കൂട്ടണ്ട, ഇനി നോർമൽ ആയിക്കോളൂ അല്ലേ? കുറയ്ക്കാനല്ല പറയുന്നത്, സാധാരണ പോലെ ആവാം. ഓക്കെ. ഇനി നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി അതുപോലെ പെരിസ്റ്റാൾസിസ് ഒക്കെ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓടി രക്ഷപ്പെടുമ്പോൾ വയറിങ്ങനെ ഗുളുഗുളുകളായി ഇളകി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടുമ്പോൾ വയറ് കൊളുത്തി പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ എന്ത് ചെയ്യുക? സാധാരണ നിലയിലേക്ക്, നോർമൽ അവസ്ഥയിലേക്ക് വരണം. ഹോർമോൺ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനി നമുക്കിപ്പോൾ അത്യാവശ്യമില്ല, കുറയ്ക്കാം. ഓക്കെ. നമ്മുടെ ഗ്ലൈക്കോജനെ നേരത്തെ നമ്മൾ ഗ്ലൂക്കോസ് ആക്കി എനർജിക്ക് വേണ്ടിയിട്ട്, ഇനി ആ ഗ്ലൂക്കോസിനെ വീണ്ടും ഗ്ലൈക്കോജൻ ആക്കി നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ. ഗ്ലൈക്കോജൻ എന്താക്കുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ദെൻ നമ്മുടെ യൂറിനറി ബ്ലാഡർ വീട്ടിലെത്തിയില്ലേ? ഇനി മൂത്രം ഒഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്തോ, ചുരുങ്ങിക്കോ, എന്നിട്ട് ബാത്റൂം പോയിക്കോ. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കോൺട്രാക്ട് ചെയ്തേ, ഞാൻ യൂറിനേറ്റ് ചെയ്ത് പോകും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് ചെയ്യാം, ഞാൻ വീട്ടിലെത്തി, ബാത്റൂമിലെത്തി. ഓക്കെ. അപ്പം ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ടേബിൾ ആക്കാൻ ചോദിക്കും. ചിലപ്പോൾ ഒറ്റപ്പെട്ടത് കൂട്ടത്തിൽ പെടാത്ത കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ ഏതൊക്കെയാണ് സിമ്പത്തറ്റിക് വരിക, ഏതൊക്കെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാൻ പറയും. അപ്പോൾ എന്നാൽ ഇത്രയും ആലോചിക്കാം. എനർജി പ്രൊഡക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും, ബാക്കിയെല്ലാം സ്ലോ ഡൗൺ. ഓക്കെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. അപ്പോൾ എനർജിക്ക് ആരൊക്കെയാണ് മക്കളെ വേണ്ടത്? നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടണം, ട്രക്കി എക്സ്പാൻഡ് ചെയ്യണം, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. പിന്നെ ഹോർമോൺ പ്രൊഡക്ഷൻ എഡ്രിനാലിന് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? പിന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ്. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനു വേണ്ടത്? നമുക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടത്. പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്താലാണ് നമുക്ക് നല്ലപോലെ അത് കാണാൻ പറ്റുക അല്ലേ? നല്ല വികസിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിമ്പത്തറ്റിക്കിലാണ്. ഇപ്പോൾ എനർജി പ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യാത്ത ആൾക്കാരാണ് ആരൊക്കെ? നമ്മളുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി, ആമാശയം, നമ്മുടെ കുടൽ, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ മൂത്രാശയം കോൺട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്തതാണ് ഉമിനീരിൻ്റെ ഉൽപ്പാദനം ഇപ്പോൾ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളിപ്പോൾ കുറയ്ക്കും, എന്നിട്ട് അപ്പോഴും നോർമലാക്കും. അത്രയും നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അതേ ഉള്ളൂ നമ്മുടെ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. എമർജൻസി കണ്ടീഷനിൽ നമ്മുടെ ബോഡീനെ ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യാൻ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസാണ്. ക്ലിയർ?